ഹലോ എവ്രി വൺ, വെൽക്കം ടു റിനീസ് ഫ്യൂഷൻ. അപ്പോൾ ഇന്ന് എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് ഒരു മക്ക് കേക്ക് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു 3 മിനിറ്റ്സിനുള്ളിൽ ഈസി ആയിട്ട് എങ്ങനെ ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പം പെട്ടെന്നൊരു ചോക്ലേറ്റ് കേക്കൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മൈദയാണ് വേണ്ടത്. 4 ടേബിൾ സ്പൂൺ മൈദ വേണം. അപ്പോൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടിരിക്കും. അപ്പം മൈദ 4 ടേബിൾ സ്പൂൺ. അതിനുശേഷം നമുക്കതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. 3 ടേബിൾ സ്പൂൺ ഓഫ് ഷുഗറും മൈദയും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് അടുത്തത് ആഡ് ചെയ്യുന്നത് കൊക്കോ പൗഡറാണ്. ഏത് സ്വീറ്റൻഡ് അല്ല, ഞാൻ അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ ഓഫ് കൊക്കോ പൗഡറാണ് വേണ്ടത്. പിന്നെ നമ്മൾക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ അതുപോലെ സോൾട്ട്, ഒരു പിഞ്ച് ഓഫ് സോൾട്ട്, ജസ്റ്റ് ഒരു പിഞ്ച് മാത്രം ഇട്ടാൽ മതി. സോൾട്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒട്ടും തരികളില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്, കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഇതെല്ലാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി അതിലേക്ക് നമ്മൾക്ക് മിൽക്കും ഓയിലുമാണ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പം മിൽക്ക് നമ്മൾക്ക് ഒരു 4 ടേബിൾ സ്പൂൺ. ഓക്കെ, അടുത്തത് നമുക്ക് 4 ടേബിൾ സ്പൂൺ ഓഫ് മിൽക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം. സെയിം ക്വാണ്ടിറ്റി തന്നെ എടുത്താൽ മതി. അപ്പോൾ 4 ടേബിൾ സ്പൂൺ മിൽക്ക് ആഡ് ചെയ്തതിന് ശേഷം ഒരു 1.5 ടേബിൾ സ്പൂൺ ഓഫ് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ആണെന്നുണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ഓഫ് ബട്ടർ നമ്മൾ എടുത്താൽ മതി. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പം ഒട്ടും തരികളില്ലാതെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾക്കതിലേക്ക് ഇടയ്ക്കൊന്ന് നമുക്കൊരു ബൈറ്റൊക്കെ കിട്ടാനായിട്ട് ചോക്കോ ചിപ്സ് ഇഷ്ടമുള്ളവർക്ക് ചോക്കോ ചിപ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചോക്കോ ചിപ്സാണ് ആഡ് ചെയ്യുന്നത്. ഡയറി മിൽക്ക് ഇഷ്ടമുള്ളവർക്ക് അത് ബ്രേക്ക് ചെയ്ത് അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ല ന്യൂട്ടെല്ലയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടെ നന്നായി ചെയ്തിട്ട് നമ്മൾക്കതിൻ്റെ ചുറ്റുമുള്ള പോർഷൻസ് ഒരു ടിഷ്യൂ വെച്ചിട്ട് നന്നായിട്ട് വൈപ്പ് ഔട്ട് ചെയ്തെടുക്കണം, ഇല്ലെങ്കിൽ ഇത് ബേൺ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചുറ്റും ഒന്ന് നമുക്ക് നന്നായിട്ട് ടിഷ്യൂ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. എന്നിട്ട് ഇത്രയേ ഉള്ളൂ. മൈക്രോവേവിൽ വെച്ചിട്ട് ഒരു 2 to 3 മിനിറ്റ്സ്, അത് ഓരോ മൈക്രോവേവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് റെഡിയായി. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ഔട്ട് ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. സെയിം തന്നെ ആവിയിലും വേണമെങ്കിൽ വേവിച്ചെടുക്കാം. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. താങ്ക്